ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് പാർട്ട് 1 ആണ്. 8ാം ക്ലാസ്സിന്റെ ബയോളജിയാണ് നോക്കുന്നത്. കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസ്കോപ്പിന്റെ കുറച്ച് പാർട്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നോക്കാം. മൈക്രോസ്കോപ്പിന്റെ പാർട്സുകൾ കൊടുത്തിട്ടുണ്ട്. ഐ പീസ്, നോബുകൾ, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജും ക്ലിപ്പും, കണ്ടൻസർ, മിറർ. ഇനി അതിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കണം. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെയാണ് നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് പറയുന്നത്. ഇവിടെ മൈക്രോസ്കോപ്പിലെ സ്റ്റേജിന് താഴെയായി ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശം പ്രതിഫലിക്കാനുള്ളതാണ്. ഒരു ലോഹ വളയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ ക്രമീകരണത്തിന് രണ്ട് തലങ്ങളാണുള്ളത്. ഒന്ന് സമതല ദർപ്പണവും രണ്ട് കോൺകേവ് ദർപ്പണവും. സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിനുള്ളതാണ് സമതല ദർപ്പണം. അതുപോലെ കൃത്രിമ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺകേവ് ദർപ്പണം ഉള്ളത്. പിന്നെ ഇതിന്റെ താഴെയായിട്ട് ഒരു കണ്ടൻസറിന്റെ ഭാഗമായ ഡയഫ്രം ഉണ്ട്. കണ്ടൻസറിന്റെ ഭാഗമായ ഡയഫ്രം എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശത്തിന്റെ തീവ്രതയെ ക്രമീകരിക്കുന്നുണ്ട്. കണ്ടൻസറിന്റെ ഭാഗമായ ഡയഫ്രം പ്രകാശ തീവ്രത ക്രമീകരിക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ആവർത്തന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ. ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തന ശേഷി എന്ന് പറയുന്നത് 10x 45x എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഐ പീസിലും ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകൾ കാണാൻ. ഒബ്ജക്റ്റീവിലും ഐ പീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവിലും ഐ പീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത്. ഇപ്പൊ വേണമെങ്കിൽ ചോദിക്കാം എന്താണ് ആവർത്തന ശേഷി എന്ന് ചോദിക്കാം. ഒബ്ജക്റ്റീവിലും ഐ പീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലത്തിനെ നമ്മൾ എന്തെന്ന് പറയും? മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി എന്ന് പറയും. ഇനി നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് കോശം കണ്ടുപിടിച്ചത് ആരെന്നാണ്. ലളിതമായ മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നേരിട്ട് നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. കോർക്കിന്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ അദ്ദേഹം സെൽ എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ ചെറിയ അറകളെ അയാൾ വിശേഷിപ്പിച്ച പേരാണ് സെൽ. ഇന്ന് സത്വരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ബൃഹത്തായ ശാസ്ത്രശാഖയാണ് കോശപഠനം. ഇത് കോശവിജ്ഞാനീയം എന്നും അറിയപ്പെടുന്നു. കോശവിജ്ഞാനീയത്തിന് അടിത്തറ പാകിയ ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ നടന്നത് 19ാം നൂറ്റാണ്ടിന്റെ മധ്യകാലങ്ങളിലാണ്. ഇനി അതിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. റോബർട്ട് ബ്രൗണ്, MG സ്ലീഡൻ, തിയോഡർ ഷാന്, റുഡോൾഫ് വിർഷോ. റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ആള് കോശത്തിന്റെ കേന്ദ്രം കണ്ടെത്തിയാണ്. മർമ്മം കണ്ടുപിടിച്ചത് യഥാർത്ഥത്തിൽ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കും മർമ്മം കണ്ടുപിടിച്ചത് ആരാണെന്ന് വെച്ചാൽ മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണെന്ന് വെച്ചാൽ റോബർട്ട് ബ്രൗണുമാണ്. MJ സ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. തിയോഡർ ഷാൻ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. റുഡോൾഫ് വിർഷോ വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ചു.